നമസ്കാരം. പ്രധാന വാർത്തകൾ. ടീം UDF-ലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ. കോൺഗ്രസിൽ നിന്നും 11 മന്ത്രിമാർ, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ, മന്ത്രിമാരിൽ 2 വനിതകൾ. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. സാമൂഹിക പ്രാദേശിക സമവാക്യങ്ങൾ പാലിച്ചുള്ള പട്ടിക. സർപ്രൈസ് എൻട്രിയായി കൊടുങ്ങല്ലൂരിലെ നിയുക്ത MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ OJ ജനീഷ്. അർഹരായ പലരെയും പരിഗണിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് നിയുക്ത മുഖ്യമന്ത്രി. കണ്ടാടശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചൊവ്വല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി കണ്ടാടശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്ത്. ഏകാധിപത്യ രീതികളെ ജനം വെറുക്കുമെന്നതിന്റെ പ്രകടമായ സാക്ഷ്യമാണ് സമീപകാലത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ. കുന്നംകുളത്ത് മനസ്സ് ഫോട്ടോ ക്ലബിന്റെ ജനകീയ പുരസ്കാര സമർപ്പണവും വിധവാ സ്നേഹ സംഗമവും കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ക്യാമ്പയിൻ നടക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ. വരും ദിവസങ്ങളിലും ജനകീയ കൂട്ടായ്മയിൽ നാടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. വാർത്തകൾ വിശദമായി. നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മന്ത്രിമാരുടെ പട്ടിക തയ്യാർ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക് ഭവനിലെത്തി പട്ടിക ഗവർണർക്ക് കൈമാറി. 20 മന്ത്രിമാരുടെ പട്ടികയാണ് കൈമാറിയത്. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വി.ഡി. സതീശൻ, P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, A.P. അനിൽകുമാർ, P.C. വിഷ്ണുദാസ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, K.A. തുളസി, T. സിദ്ദീഖ്, OJ ജനീഷ്, മോൻസ് ജോസഫ്, K.M. ഷാജി, N. ഷംസുദ്ദീൻ, P.K. ബഷീർ, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, C.P. ജോൺ, അനൂപ് ജേക്കബ്, M. ലിജു തുടങ്ങിയവരുടെ പേരുകളാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വകുപ്പുകളിൽ ധാരണയായെന്നും അത് പിന്നീട് അറിയിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള കോൺഗ്രസിൽ നിന്നുമാണ് ചീഫ് വിപ്പ് ഉള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ എടുത്തപ്പെട്ട തീരുമാനമാണ് മന്ത്രിപ്പട്ടിക തയ്യാറാക്കിയതെന്നും അർഹതപ്പെട്ട ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാനായില്ലെന്നും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് പട്ടിക തയ്യാറാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വമ്പൻ സർപ്രൈസുകളായാണ് കൽപ്പറ്റ MLA T. സിദ്ദീഖും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷും അങ്കമാലി MLA റോജി M. ജോണും മന്ത്രിപ്പട്ടികയിലേക്ക് എത്തിയത്. നാളെ സത്യപ്രതിജ്ഞയാണ് രാവിലെ 10 മണിക്ക്. മുഖ്യമന്ത്രിയോടൊപ്പം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF-ൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞയാണ്. ലീഗ് മന്ത്രിമാരുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരുടെ നിങ്ങൾക്കറിയാം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അതിൽ 63 MLA-മാർ കോൺഗ്രസിലുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ. കണ്ടാടശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചൊവ്വല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. ഏകദേശം 20 സെന്റ് വരുന്ന കൃഷിയിടത്തിൽ ലോഡ് കണക്കിന് മണ്ണാണ് അടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടിപ്പർ ലോറികളിൽ എത്തിച്ച മണ്ണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് വരുന്ന കണ്ടാണശ്ശേരി പാടശേഖരത്തിന്റെ ഭാഗമായുള്ള കൃഷിയിടത്തിലാണ് ഇരുട്ടിന്റെ മറപറ്റി മണ്ണ് ഇറക്കിയിട്ടുള്ളത്. പാടശേഖരം നികത്താനുള്ള നീക്കത്തിനെതിരെ കണ്ടാണശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്തെത്തി. ഓഫീസുകൾ പ്രവർത്തിക്കാത്ത അവധി ദിനത്തിൽ കൃഷിയിടം നികത്തുന്നതിനുള്ള ശ്രമം ബോധപൂർവമാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് T.A. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അനധികൃതമായാണ് ഇത്തരം പ്രവൃത്തി നടക്കുന്നതെന്നും ഇതിനെതിരെ വില്ലേജ് ഓഫീസിലും കൃഷിഭവനിലും പോലീസിലും പരാതി നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇന്ന് മുടക്കുള്ള ദിവസം കണക്കാക്കിയിട്ട് ഇന്നലെ പാതിരയ്ക്ക് ശേഷം നമ്മുടെ മണ്ണടിച്ചുള്ളതെന്നാണ് അറിവ്. ഇത് കണ്ടാണശ്ശേരി പാടശേഖര സംഘത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. മണ്ണടിച്ച് നകത്തിക്കൊണ്ടിരിക്കാൻ ഭാഗമായിട്ട് ആണ് ഇപ്പം മണ്ണടിച്ചിട്ടുള്ളത്. പരാതി ഞങ്ങൾ ഏതായാലും നാളെ
വില്ലേജിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും പരാതി കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും. കേരള കർഷക സംഘം ഭാരവാഹി ശശീന്ദ്രൻ മനയിലും സ്ഥലം സന്ദർശിച്ചു. കണ്ടാണിശ്ശേരി പാടശേഖരത്തിന്റെ വിവിധ മേഖലകളിലായി ഇത്തരത്തിൽ പാടങ്ങൾ നികത്തുന്ന പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. 200 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 157 കർഷകരാണ് കൃഷി ചെയ്യുന്നത്. പാടശേഖരം മണ്ണിട്ട് നികത്തുന്നതോടെ മേഖലയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും കർഷകരുടെ ഉപജീവനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ പാടശേഖര സമിതിക്ക് ആശങ്കയുണ്ട്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കമനീയം കണ്ടാണിശ്ശേരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ വാർഡുതല ഉദ്ഘാടനം നടന്നു. 7ാം വാർഡ് കൂനമൂച്ചിയിൽ ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ അധ്യക്ഷനായി. അംഗൻവാടി അധ്യാപിക M ലിജി ഫ്രാൻസിസ്, കുടുംബശ്രീ CDS അംഗം ജസീന്ത വർഗീസ്, ആശാപ്രവർത്തക CP ലൈജി എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ, വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 17 വാർഡുകളിലും വരും ദിവസങ്ങളിൽ പൊതു ഇടങ്ങളിൽ ശുചീകരണം നടക്കും. ഏകാധിപത്യ രീതികളെ ജനം വെറുക്കുമെന്നതിന്റെ പ്രകടമായ സാക്ഷ്യമാണ് സമീപകാലത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ പറഞ്ഞു. കുന്നംകുളത്ത് മനസ്സ് ഫോട്ടോ ക്ലബിന്റെ ജനകീയ പുരസ്കാര സമർപ്പണവും വിധവാ സ്നേഹ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നിഷ്ടവും അഹങ്കാരവും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പലരും പലതും കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കില്ല. എന്നാൽ കൊണ്ടാലെങ്കിലും പഠിക്കട്ടെ എന്നാണ് ജനം കരുതിയതെന്നും കമാൽ പാഷ പറഞ്ഞു. എല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്നവരാണ് കേരളീയ ജനതയെന്നും രാഷ്ട്രീയ പ്രബുദ്ധത രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഉപരി ഇവിടത്തുകാർക്കാണ് ഉള്ളതെന്നും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്നവർക്ക് അർഹമായ ആദരം നൽകുന്ന മനസ്സ് കൂട്ടായ്മയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില ആളുകൾ അവർക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറ്റാളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഓരോ ആളുകളും അവരവർക്ക് വേണ്ടിയല്ലാതെ മറ്റാളുകൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ പോകുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല, അത്ര വളരെ വലുതായിരിക്കും. പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല, ചെയ്യാറില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നന്മകൾ നമ്മളെപ്പോഴും അംഗീകരിക്കാൻ പഠിക്കണം. ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നിസ്വാർത്ഥമായ സേവനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. നിർബന്ധമായിട്ട് ഞാനിത് വന്നതിൻ്റെ കാരണം ഈ പുരസ്കാരം ഇതുപോലുള്ള ആളുകളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ലതാണ്, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആതുര സേവന രംഗത്തെ മാതൃകാ വ്യക്തിത്വം ചുണ്ടൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ MD ഡോക്ടർ CJ ജോസ്, കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചുണ്ടൽ, നാഷണൽ YWCA അഡ്വൈസറി കമ്മിറ്റി മെമ്പർ പ്രിയ ജിന്നി, ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ, കലാരംഗത്തെ സജീവ സാന്നിധ്യം ഷാജൻ കുന്നംകുളം, റിട്ടയേർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രവീന്ദ്രൻ പൂഴിക്കുന്നത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. മനസ്സ് ഫോട്ടോ ക്ലബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിച്ചു. വാസ്തുവിദ്യ കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനിക്കൽ, കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ മാനേജർ ഫാദർ സക്രിയ OIC, സിനിമാ നിർമ്മാതാവ് നെൽസൺ ഐപ്പ്, മനസ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈമൺ E ജോസഫ്, മനസ്സ് വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി T ചന്ദ്രൻ, മനസ്സ് കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സത്യൻ സംഗീത, തൃശൂർ മേഖലാ പ്രസിഡന്റ് രമേശ് ഒളരി എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ സ്വാഗതവും മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുനിത ഷൈജൻ നന്ദിയും പറഞ്ഞു. ചവക്കട് തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണം തമിഴ്നാട് സ്വദേശിക്ക് കടിയേറ്റു. തമിഴ്നാട് സ്വദേശി പാരിവല്ലനാണ് കടിയേറ്റത്. ഇന്ന് വൈകിട്ട് 4:30 സംഭവം. കുഞ്ചേരി GMLP സ്കൂളിന് കിഴക്കുഭാഗം പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ മഴക്കാലപൂർവ്വ ജനകീയ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ 8:30 കോനമൂച്ചി ഇടവക ദേവാലയത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ശുചീകരണ യജ്ഞം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി അധ്യക്ഷനായി. മഴക്കാലത്ത് പടരാനിടയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും പരിസര ശുചിത്വം ഉറപ്പാക്കുന്നതിനുമായി വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആശാവർക്കർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അനീഷ് ആന്റണി അറിയിച്ചു.
മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് പഞ്ചാരമുക്ക് തച്ചപ്പുള്ളി നിധി ലിമിറ്റഡിൽ പ്രതികളെത്തി 1.25 പവൻ തൂക്കമുള്ള വള പണയം വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. 916 ഹോൾമാർക്ക് സീലോട് കൂടിയ സ്വർണ്ണമാണെന്ന് പറഞ്ഞാണ് ഇവർ സ്ഥാപനത്തിലെത്തിയത്. സംശയം തോന്നിയ സ്ഥാപന ഉടമ മനോജ് തച്ചമ്പുള്ളി സ്വർണം പരിശോധിച്ചപ്പോൾ അപാകത കണ്ടെത്തി. തുടർന്ന് തട്ടിപ്പ് ശ്രമമാണെന്ന് മനസ്സിലാക്കിയ മനോജ് യുവാക്കളെ സ്ഥാപനത്തിനുള്ളിൽ തടഞ്ഞുവെച്ച് ചാവക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സ്വർണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 3 പേരെയും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെ തിമിര വിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കാഴ്ച 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. വാർഡ് മെമ്പർ മോനിഷ രജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KM റസാഖ്, ശൈലജ അരുൺദാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, ജിൻസി സജു, അഞ്ജു സുധീഷ്, സന്ധ്യ ഷിബു, ഡോക്ടർ ജുമൈല എന്നിവർ സംസാരിച്ചു. തുടർ ദിവസങ്ങളിലായി എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തിമിര വിമുക്ത നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ചൂണ്ടൽ പൂലോത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനം നടന്നു. കണ്ടാണിശ്ശേരി വിന്നർ ക്ലബ്ബ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങളുടെ മൂല്യം പുതിയ തലമുറയ്ക്ക് അനുഭവിച്ചറിയാൻ ഇത്തരം കുടുംബസംഗമങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ നേരായ വഴിയിലൂടെ കൈപ്പിടിച്ച് നടത്താൻ കുടുംബ ബന്ധങ്ങളിൽ ഐക്യം ഉണ്ടാകേണ്ടതുണ്ട്. കുടുംബസംഗമങ്ങൾ പോലുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകാനും കൂട്ടായ്മകൾ മുന്നോട്ട് വരണമെന്നും ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ വരുന്ന തലമുറയെ ശരിയായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിയും. മറ്റൊന്ന്, നമ്മുടെ ഇടയിൽ ആരാണ് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർക്കുകയും അവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു മനസ്സ് നമുക്ക് മാതൃകയാക്കി കാട്ടാനും ഇത്തരം കുടുംബ സംഗമങ്ങൾക്ക് കഴിയും. ഇവരോട്ട് പോയതും ഒക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അവർക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചിലകളും ഉണ്ടാവും. ഒരുപാട് പൂക്കളും കായകളുമായിട്ടൊരു മരം പോലെ തന്നെയാണ് ഒരു കുടുംബവും. പൂലോത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് P. ബാലചന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി ജനാർദ്ദനൻ പൂലോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. P. മോഹൻ, ജയശ്രീ നാരായണൻ, മധു ചൂണ്ടൽ, നിഷ നവീൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന കുടുംബസംഗമത്തിൽ അസോസിയേഷൻ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. കുന്നംകുളം ലോയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്കായി തുടർ നിയമ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. തെളിവ് കൈകാര്യം ചെയ്യുന്നതിലെ പ്രാവീണ്യം, നിയമതത്വങ്ങളിൽ നിന്ന് കോടതി നടപടികളിലേക്ക് എന്ന വിഷയത്തിൽ ഊന്നിയായിരുന്നു സെമിനാർ. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സെമിനാറിൽ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് ക്ലാസ് നയിച്ചു. അഭിഭാഷകരായ സന്ധ്യ ശ്യാം, പ്രിനു P. വർക്കി, CB രാജീവ്, മാത്യു ചാക്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എവിഡൻസ് നിയമത്തിന്റെ സിദ്ധാന്തപരവും പ്രായോഗികവുമായ വശങ്ങൾ കോടതി നടപടികളുമായി ബന്ധപ്പെടുത്തി നടന്ന സെമിനാറിന് കുന്നംകുളം ലോയേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, സെക്രട്ടറി നിർമ്മ, ഭാരവാഹികളായ അശ്വതി, അനുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ബ്രോഡ്ബാൻഡ് എഞ്ചിനീയർ ദൃശ്യയുടെ പിതാവ്, കാട്ടകാമ്പാൽ കിഴക്കുമുറി നടുവിൽപ്പാട്ട് കുഞ്ഞനാശാരി മകൻ സുധാകരൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തും. അനിതയാണ് ഭാര്യ. ശ്രുതി മറ്റൊരു മകളാണ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, കോൺഗ്രസ് ഭാരവാഹികളായ അലി അസ്കർ, KV ഹൈദർ, KC പ്രസാദ്, രഘു കരിയന്നൂർ, കൃഷ്ണദാസ് തേറുപറമ്പിൽ, ഷംസുദ്ദീൻ മടപ്പാട്ട് പറമ്പിൽ, MV വിജീഷ് എന്നിവർ പങ്കെടുത്തു.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ സുനീഷ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. റീൽസ് മേക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ പരിശീലനവും ഒരുക്കി. സ്കൂളിലെ കൈറ്റ് മിസ്ട്രീസ് രമ്യ രവീന്ദ്രൻ, റിസോഴ്സ് പേഴ്സൺ വിബിന എന്നിവർ ക്യാമ്പ് നയിച്ചു. 22ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ലോക്കൽ സെക്രട്ടറി CF ജെയിംസ് കേച്ചേരി, മുൻ ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് എന്നിവരുടെ അനുസ്മരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന ചടങ്ങ് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം ഡേവിസ് മണലി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, സുനിത ഉണ്ണികൃഷ്ണൻ, VK ഹരിദാസ്, ആൻസി വില്യംസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ എന്നിവർ സംസാരിച്ചു. കിഡ്നി സ്ക്രീനിംഗ്, നേത്രപരിശോധന, ആയുർവേദ പരിശോധന തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ക്യാമ്പിൽ 300ഓളം പേർ വിവിധ പരിശോധനകൾ നടത്തി. ഡോക്ടർ അരുൺ കൈമൾ, ഡോക്ടർ റോണ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെല്ലുവായ് ദേവസ്വം ആയുർവേദ ആശുപത്രി, നിഹാൽ ഒപ്റ്റിക്കൽസ് എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണവും ജമാഅത്തായുള്ള മഗ്രിബ് നമസ്കാരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രാമരാമ പാഹിമ രാമഭക്ത സംഗമത്തിലാണ് ശ്രദ്ധേയമായ പരിപാടി നടന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെയും സായി സഞ്ജീവനി ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ രാമഭക്ത സംഗമ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ചാപ്റ്റർ മിഷണറിയും സത്യദൂതൻ മാസികയുടെ ചീഫ് എഡിറ്ററുമായ CP സുൽത്താൻ നസീർ പ്രബന്ധം അവതരിപ്പിച്ചു. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഭാരതീയർ ആദരവോടെ കാണുന്ന ശ്രീരാമന്റെ ചരിത്രത്തെയും അധ്യാപനങ്ങളെയും തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പ്രബന്ധത്തിൽ വിശദീകരിച്ചു. ശ്രീരാമചന്ദ്രന്റെ ജീവിതം സ്നേഹവും കരുണയും അനുകമ്പയും ത്യാഗവും ധർമ്മനിഷ്ഠയുമായി. കാരണം ശ്രീരാമചന്ദ്രന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് അയോധ്യ എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധങ്ങളില്ലാത്ത ഭൂമി, യുദ്ധങ്ങളില്ലാത്ത നാട് എന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ എനിക്ക് പറഞ്ഞു നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ നിയോഗലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരും യഹൂദരും യേശുവിനോട് ചോദിച്ചു, നീ യഹൂദർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണെങ്കിൽ നിന്റെ കിരീടമില്ല. അവർക്ക് ആ മഹാത്മാവ് നൽകിയ മറുപടി, എന്റെ ഭരണം അത് ആകാശീയമാണ് എന്നുള്ളതാണ്. പരസ്പര ധാരണയും മതസൗഹാർദ്ദവും വളർത്തുകയാണ് ഇത്തരം സംവാദങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ ഗുരുവായൂർ ടൗൺ ഹാളിൽ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചതും ശ്രദ്ധേയമായി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജമാഅത്ത് പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചാവക്കാട് താലൂക്ക് റവന്യൂ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്കിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സീന P ശ്രീധർ, VK റോസി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിലെ ഫ്രീഡം ഹാളിൽ നടന്ന ചടങ്ങ് നിയുക്ത MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുവിശേഷങ്ങളിലൂടെ പുത്തൻ രചനകൾ സമ്മാനിക്കുന്ന റിട്ടയേർഡ് തഹസിൽദാർ K പ്രേംചന്ദ്, ഡെപ്യൂട്ടി തഹസിൽദാർ KS സോണിയ എന്നിവർക്കും ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച മുൻ തഹസിൽദാർമാരായ M സന്ദീപ്, TP കിഷോർ എന്നിവരെയും അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ചടങ്ങിൽ അനുമോദന പ്രഭാഷണം നടത്തി. മലപ്പുറം ADM CS രാജേഷ്, പുന്നയൂർ വില്ലേജ് ഓഫീസർ EK രഘുനാഥ്, ചാവക്കാട് ഡെപ്യൂട്ടി തഹസിൽദാർ PV ഫൈസൽ, CV സജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണിയുടെ അധ്യക്ഷതയിൽ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് സാരഥികളും പൗരപ്രമുഖരും വ്യാപാരി കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, ജനറൽ സെക്രട്ടറി PI ഷബീർ, സെക്രട്ടറി മുസ്തഫ ഫൈഹ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. മരത്തം
മരത്തംകോട് ആസ്ഥാനമായി സന്മനസ് എന്ന പേരിൽ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. മരത്തംകോട് ബഹ്റൈൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KE അബു താഹിർ, ട്രഷറർ അലി ഹാജി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹബീബ് കോയത്തങ്ങൾ, AY അനസ്, KK ഗഫൂർ, NK സിദ്ദിഖ്, NK നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം, പഠന സഹായം, അർഹമായ മറ്റ് സഹായങ്ങൾ എന്നിവ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്മനസ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴൂർ സൗത്ത് രശ്മി ലൈബ്രറിയിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വായനാ കളരിക്ക് തുടക്കം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിലെ ബാലവേദി കൂട്ടുകാർക്കായി ആരംഭിച്ച മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിവിധ പരിപാടികളോടെ വായനാ കളരി സംഘടിപ്പിക്കുന്നത്. ലൈബ്രറി ഹാൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കഥകളി നാടക നടൻ പീശപ്പള്ളി രാജീവൻ വായനാ കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദ്രൻ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. AK പ്രേംലാൽ സ്വാഗതവും അശ്വന അനിൽ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിനായി വിപുലമായ പരിപാടികളാണ് വായനക്കളരിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പുസ്തകാസ്വാദനം, റീഡിംഗ് തിയേറ്റർ, കഥ, കവിത, ചിത്രശില്പശാല, അഭിമുഖം, നാടകക്കളരി, ഷോർട്ട് ഫിലിം നിർമ്മാണം, ലഘുയാത്രകൾ, നാടൻപാട്ട്, കയ്യെഴുത്ത് മാസിക നിർമ്മാണം തുടങ്ങിയവ വരും ദിവസങ്ങളിൽ നടക്കും. ബാലവേദി പ്രസിഡന്റ് നിവേദ്യ, സെക്രട്ടറി അർജുൻ കുമാർ എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണ യുവാവിന് വാൻ ഇടിച്ച് പരിക്കേറ്റു. തൈക്കാട് സ്വദേശി ചാണാശ്ശേരി സനിലിനാണ് പരിക്കേറ്റത്. നെന്മിനി റോഡിൽ ഉച്ചയ്ക്ക് 2:30 അപകടം. പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 19-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ശുചീകരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അബ്ദുൾ റഹീം നിർവഹിച്ചു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ജോൺസൺ ആളൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ, മുൻ വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, CDS ചെയർപേഴ്സൺ ഷൈമ ഷമീർ, സാമൂഹ്യ പ്രവർത്തകൻ KR രണേഷ്, തൊഴിലുറപ്പ് മാറ്റർ സ്മിത സന്തോഷ്, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പൽ പെരുന്നാൾ നടന്നു. ഞായറാഴ്ച രാവിലെ 7-ന് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണം, കുരിശടിയിൽ ധൂപപ്രാർത്ഥന, ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി K ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മദർ ഓഫ് ഗ്ലോറി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെ ആദരിച്ചു. പന്നിത്തടം ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന മാതൃസംഗമത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 500-ലേറെ അമ്മമാരും കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. കുന്നംകുളം MLA AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രയാസകരമായ സാഹചര്യത്തിലും തങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗനിർഭരരായ സ്ത്രീകളാണ് ഈ അമ്മമാർ. അവരെ ഞാൻ പ്രത്യേകം അവർക്കൊരു പിക്സലിലൂടെ സമർപ്പിക്കാൻ. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. മുൻ PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ V ശങ്കരനാരായണൻ, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ KM മുഹമ്മദ് ഖാസിംകോയ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ്, ഇടം സാംസ്കാരിക വേദി സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് KK ഫാറൂഖ്, ഗായകൻ ചാർലി തൃശൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, സോഷ്യൽ മീഡിയ അവതാരകരായ ശ്രീജ സുകുമാരൻ, KK ഹബീബ് റഹ്മാൻ, ഫോട്ടോഗ്രാഫർ ഇബ്രാഹിം പഴുവൂർ എന്നിവർ പങ്കെടുത്തു. ഇവന്റ് ഡയറക്ടർമാരായ ഡോക്ടർ സജ്ന മുഹമ്മദ് അലി, ഡോക്ടർ റാഷിദ ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ചാർലി തൃശൂരിന്റെ നേതൃത്വത്തിൽ സംഗീതം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് 30ഓളം വിദ്യാർത്ഥികൾക്ക് കുട വിതരണം ചെയ്തു. കസ്തൂർബ ബാലികാ സദനത്തിൽ നടന്ന ചടങ്ങ് ചേംബർ സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. കസ്തൂർബ ബാലികാ സദനം പ്രസിഡന്റ് P മുരളീധര കൈമൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, മോഹൻദാസ് ചേലനാട്, മുരളി അകമ്പടി, OV രാജേഷ്, രവി വട്ടരംഗത്ത്, ആന്റോ ഉണ്ണിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 17 കുടുംബശ്രീ ദിനത്തിന്റെ ഭാഗമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബക്രീദ് കന്നുകാലി ചന്ത സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിയ കാലിച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു.
കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൾ വഹാബ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ ജംഷീറ, വാർഡ് മെമ്പർ അശോകൻ, ശങ്കരനാരായണൻ, ജാസ്മിൻ ജോൺ, ചിഞ്ചു സന്ധ്യ, ശിവദാമിനി എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് കമ്പിപ്പാലം KMC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് വൺഡേ ഫ്ലൈറ്റ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ ക്ലബ് അംഗമായ കുട്ടന്റെ ഓർമ്മയ്ക്കായാണ് 6ാമത് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ രതീഷ്, രമേശ്, പ്രവീൺ കുമാർ, രേഖ ജയരാമൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സുബിൻ സ്വാഗതവും ഡിക്സൺ നന്ദിയും പറഞ്ഞു. ടൂർണമെന്റിൽ സംസ്ഥാനത്തെ 16 ടീമുകൾ പങ്കെടുത്തു. റെയിൻബോ ടയേഴ്സ് കമ്പിപ്പാലം നൽകുന്ന 23,001 രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും U23 ഇന്ത്യൻ നാഷണൽ ഗോൾ കീപ്പർ കമാലുദ്ദീൻ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും DFC മാടവനയും വേൽമുരുകൻ കൂട്ടായ്മ കൊങ്ങണ്ണൂർ നൽകുന്ന 12,001 രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും സുനിൽ കണ്ടുരുത്തി നൽകുന്ന റണ്ണേഴ്സ് കിരീടത്തിനും അമ്മ സ്റ്റുഡിയോ വടക്കാഞ്ചേരിയും അർഹരായി. കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കടവല്ലൂർ NSS സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ് നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു ടീച്ചർ, നിഷിൽ കുമാർ, ഡോക്ടർ സനൽകുമാർ, സാമൂഹ്യ പ്രവർത്തകൻ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഉപഹാരവും നൽകി. ക്യാമ്പിന് ക്ലബ്ബ് അംഗങ്ങളായ പ്രശോഭ്, നസീബ്, ഹഫി, അർഷാദ്, അജ്മൽ, നിഹാൽ, അദിൽഷ എന്നിവർ നേതൃത്വം നൽകി. പഴനി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ഹൈസ്കൂൾ റോഡ് സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. ഞായറാഴ്ച വൈകിട്ട് ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയും നടന്നു. പെരുന്നാളിന് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജേസൺ ചീരൻ, കൺവീനർ VV രാജൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 SSLC പൂർവ്വ വിദ്യാർത്ഥികളുടെ പുഞ്ചിരി കൂട്ടായ്മയുടെ 4ാമത് സംഗമം നടന്നു. ഷീബ, പ്രസന്ന, പ്രീത, സുമ എന്നിവരുടെ പ്രാർത്ഥനാഗീതത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. സംഗമത്തിന്റെ ഭാഗമായി അകാലത്തിൽ പൊലിഞ്ഞ സഹപാഠിയുടെ കുടുംബത്തിന് 1 ലക്ഷത്തിലേറെ രൂപയുടെ സഹായധനം കൈമാറി. മരിച്ചുപോയ സഹപാഠികളെ സ്മരണാഞ്ജലി അർപ്പിച്ചായിരുന്നു ചടങ്ങ്. കൂട്ടായ്മ പ്രസിഡന്റ് KA രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KA സുരേന്ദ്രൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് സമ്മാന വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായി. സാലിഖ് കാണക്കൂട്ടിൽ സ്വാഗതവും അലിയാർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KA രാമകൃഷ്ണൻ, സെക്രട്ടറി സാലിഖ് കാണക്കൂട്ടിൽ, ട്രഷറർ KA സുരേന്ദ്രൻ തുടങ്ങി 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി സാലിഖ് കാണക്കൂട്ടിൽ, ട്രഷറർ സുരേന്ദ്രൻ എന്നിവരടങ്ങിയ സഹപാഠികൾ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കടിയൂർ യൂണിറ്റിന്റെ 29ാം വാർഷിക സമ്മേളനവും മുൻ പ്രസിഡന്റ് ES വിജയന്റെ 1ാം ചരമവാർഷികാചരണവും സംഘടിപ്പിച്ചു. എടക്കടിയൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ്, വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് ബഷീർ, ദിലീപ് കുമാർ, യൂണിറ്റ് ട്രഷറർ PL ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബഷീർ മോഡേൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PC ഹൈദ്രോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 1ാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ് മമ്പാട് ജേതാക്കളായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ 8ഓളം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് GCC ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് വോളി ക്ലബ് മമ്പാട് കിരീടം സ്വന്തമാക്കിയത്. ഗ്രാമത്തിന്റെ കായിക മേഖലയിൽ പുതുതലമുറയിലെ താരങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വേദിയായി ടൂർണമെന്റ് മാറി. വിജയികൾക്ക് GCC ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൂവത്തൂർ ശ്രീദുർഗ സേവാ സമിതിയുടെ 23ാം സേവദിനാചരണം പെരിങ്ങോട് അയ്യപ്പൻകാവ് ക്ഷേത്രം മൂട്ടുപുരയിൽ നടന്നു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ ഏഷ്ലിയ തെരേസ, അച്യുത് PS,
ജിഷ്ണു KR, BS ഹംന എന്നിവരെ ബലകവും കേശ് അവാർഡും നൽകി ആദരിച്ചു. അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സമിതി പ്രസിഡന്റ് VV സുവിന്റെ അധ്യക്ഷതയിൽ ട്രഷറർ ബാഹുലയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PK ഷാജി, അംഗങ്ങളായ V ശ്രീജിത്ത്, NR സരീഷ്, PA സുരേഷ്, CK ഷൈജു, TV ബിജു, PA രാജു, PM രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം ചൂണ്ടൽ പുളിക്കൽ ബാലൻ ഭാര്യ രുക്മിണി നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സ്മിത, സുധീഷ്, സുജിത്ത് എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ ചെറുവത്തൂർ പരേതനായ ഇട്ടിച്ചാക്കോ ഭാര്യ എമിലി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. റിട്ടയർഡ് KSEB എഞ്ചിനീയർ ജഷി എട്ടി, പരേതയായ ജെസി ജോബ് എന്നിവർ മക്കളാണ്. ചൂണ്ടൽ ആദർശ് ഭവനിൽ വലിയകത്ത് അബ്ദുൾ ജലീൽ നിര്യാതനായി 74 വയസ്സായിരുന്നു. ചൂണ്ടൽ മഹല്ല മുൻ പ്രസിഡന്റും പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം രക്ഷാധികാരിയുമാണ്. ദീർഘകാലം ഖത്തർ പ്രവാസിയായിരുന്നു. സംസ്കാരം പഴുന്നാന പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റംല ഭാര്യയാണ്. സമീർ, ഷാസ്, ഷായർ എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ നടുമുറി മാരാത്ത് പരേതനായ കൃഷ്ണൻ ഭാര്യ കാർത്തിയേയനി നിര്യാതയായി 96 വയസ്സായിരുന്നു. ശശീന്ദ്രൻ, സുധാകരൻ, മുരളീധരൻ, ജയരാജ്, പരേതനായ അരവിന്ദൻ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ടീം UDF-ലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച VD സതീശൻ. കോൺഗ്രസിൽ നിന്നും 11 മന്ത്രിമാർ, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ, മന്ത്രിമാരിൽ 2 വനിതകൾ. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. സാമൂഹിക പ്രാദേശിക സമവാക്യങ്ങൾ പാലിച്ചുള്ള പട്ടിക. സർപ്രൈസ് എൻട്രിയായി കൊടുങ്ങല്ലൂരിലെ നിയുക്ത MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ OJ ജനീഷ്. അർഹരായ പലരെയും പരിഗണിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് നിയുക്ത മുഖ്യമന്ത്രി. കണ്ടാലശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചൊവ്വല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി കണ്ടാലശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ രംഗത്ത്. ഏകാധിപത്യ രീതികളെ ജനം വെറുക്കുമെന്നതിന്റെ പ്രകടമായ സാക്ഷ്യമാണ് സമീപകാലത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ. കുന്നംകുളത്ത് മനസ്സ് ഫോട്ടോ ക്ലബിന്റെ ജനകീയ പുരസ്കാര സമർപ്പണവും വിധവാ സ്നേഹ സംഗമവും കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ക്യാമ്പയിൻ നടക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ. വരും ദിവസങ്ങളിലും ജനകീയ കൂട്ടായ്മയിൽ നാടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.